മോർണിംഗ് ചെറിയ മടിയൊക്കെ ആയിട്ട് കൈയൊക്കെ ഒന്ന് വീശി നേരെ നമ്മുടെ വിൻഡോയിലേക്ക് വരുമ്പം ഈ കാണുന്ന കാഴ്ച ആഗ്രഹിക്കാത്ത ആരോ ഉള്ളേ. അപ്പം ഈ കാഴ്ച വേണമെങ്കിൽ നേരെ കല്ലൂസാനിലേക്ക് പോരട്ടോ. ഇത് നമ്മുടെ മൺട്രോത്തുരുത്തിലിട്ടോ ഉള്ളത്. ഞാനാണെങ്കിൽ ഉടനെ തന്നെ അവിടുത്തെ ഒരു സൈക്കിൾ എടുത്തങ്ങ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങി. ഈ മൺട്രോത്തുരുത്ത് എന്ന് പറഞ്ഞൊരു വലിയൊരു സ്ഥലമല്ല കേട്ടോ, ഒരു ചെറിയൊരു ഐലൻഡാണ്. അപ്പം നമുക്ക് സൈക്കിളിന് തന്നെ നമുക്ക് വിശാലമായിട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ളൂ. ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കനോയിങ് ആണ്. അതായത് ചെറിയ വഞ്ചിയിൽ നമ്മളിങ്ങനെ കനാലിൽ കൂടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകും. അങ്ങനെ ഞാനും കനോയിങ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ വഞ്ചി ബുക്ക് ചെയ്തു കേട്ടോ. നമ്മൾ താമസിക്കുന്ന ഈ കല്ലൂസ് ഐലൻഡിലെ ആൾക്കാർക്ക് സ്വന്തമായി വഞ്ചിയും കയാക്കിങ്ങും ഷിക്കാറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനങ്ങനെ അവിടെ നിന്നൊരു ചെറിയൊരു വഞ്ചി ബുക്ക് ചെയ്തു. ഏകദേശം 1000 റുപ്പീസാണ് ആയത്. 1000 റുപ്പീസ് ഏകദേശം ഒരു 5-6 പേർക്കൊക്കെ സുഖമായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. ഇനി കുറച്ച് കംഫോർട്ടായിട്ട് യാത്ര ചെയ്യണമെങ്കിൽ ഷിക്കാർ ബുക്ക് ചെയ്താൽ മതി. അതായത് നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ ഒരു മിനി വേർഷൻ, കുറച്ചുകൂടെ ക്ലോസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ മോർ കംഫോർട്ടായിരിക്കും. അതിൻ്റെ റേറ്റ് വരുന്നത് 2500 രൂപ കേട്ടോ. അങ്ങനെ നമ്മൾ കനോയിങ് ഒക്കെ ചെയ്ത് നമ്മൾ മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ അടുത്തെത്തി. ഇത് കാണാനാണ് എല്ലാവരും തന്നെ വരുന്നത്. ഈ മാംഗ്രൂവ് ഫോറസ്റ്റ് അല്ലെങ്കിൽ അഥവാ കണ്ടൽക്കാട് കാണാനാണ് വരുന്നത്. നമുക്ക് അടിപൊളിയായിട്ട് കയാക്കിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ ഇവിടെ. ഈ മൺട്രോ ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലം ആക്ച്വലി ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ കപ്പിൾസിനൊക്കെ വരാൻ പറ്റിയൊരു സ്പോട്ടാട്ടോ. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. വലിയ റിസ്ക്കും ഇല്ല. നമുക്ക് കംഫോർട്ടബിളായിട്ട് എല്ലാം ആസ്വദിച്ച് കാണാൻ പറ്റും. ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ റോഡ് മാർഗമോ അല്ലെങ്കിൽ ട്രെയിനോ വഴി നമുക്ക് വരാട്ടോ. അപ്പം എറണാകുളത്ത് നിന്നാണെങ്കിൽ ഏകദേശം 3.5 മണിക്കൂർ എടുക്കും. ട്രെയിനൊക്കെ ആണെങ്കിൽ ഒരു 2 മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരാൻ പറ്റും. ഞാൻ ഈ കണ്ടൽക്കാടിൻ്റെ കുറച്ച് പ്രത്യേകതകൾ പറയാം കേട്ടോ. അതായത് നമുക്ക് ഫോറസ്റ്റിലെ എല്ലാ മരങ്ങളും വെട്ടാൻ പറ്റും. നമുക്ക് ചന്ദനമാണെങ്കിൽ പോലും നമുക്ക് പെർമിറ്റൊക്കെ എടുത്ത് വെട്ടാൻ പറ്റും. പക്ഷേ ഈ കണ്ടൽക്കാട്, ഈ മാംഗ്രൂവ് ഫോറസ്റ്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കൊമ്പ് പോലും ഒടിച്ചു കഴിഞ്ഞാൽ അത് ഒഫൻസാണ്. കാരണം അത്രത്തോളമാണ് അവരത് സംരക്ഷിക്കുന്നത്. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ മണ്ണൊലിപ്പും അതുപോലെ തന്നെ ചെറിയ ചെറിയ ജീവികളെയും പിന്നെ എയർ പൊല്യൂഷനൊക്കെ നിയന്ത്രിക്കുന്നതെല്ലാം ഇതാണ്. അതുകൊണ്ടാണ് ഇത്രത്തോളം അത് സംരക്ഷിക്കുന്നത്. ഒരു കൗതുകത്തിന് ഞാനാണെങ്കിൽ കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ പിടച്ച് കയറി ചുമ്മാ ചെറിയ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ ഈ കണ്ടൽക്കാടിൽ ഈ ബ്രാഞ്ചസൊക്കെ ഭയങ്കര സ്ട്രോങ് ആട്ടോ. അങ്ങനെ പയ്യെ അവിടെ നിന്ന് ഞങ്ങൾ പയ്യെ ഇറങ്ങി. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്ന പ്ലേസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയൊരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ് ആ സ്പോട്ട്. കാരണം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈവനിങ് ഒക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഈ സ്ഥലത്ത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ട്. ഇവിടെ ഫാമിലിയായിട്ട് എല്ലാവരും തന്നെ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലം കേട്ടോ. പിള്ളേർക്ക് ഇഷ്ടമാവെന്ന് പറയുന്നതിന് കാരണം ഇതാണ്. അവർ വെള്ളത്തിൽ ആർത്തുരസിക്കുകയാണ് കേട്ടോ. ഈ ഒരു മൺട്രോ ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു 1 ഡേ പ്ലാൻ ചെയ്ത് പോയി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് ആട്ടോ. അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയായി. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.